CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ED ആക്രമണത്തിൽ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയുണ്ടെന്നും ED കോടതിയിൽ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്നാലും CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരെ വന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഉന്നത നേതാക്കളുടെ ഗൂഢാലോചന ഇതിൽ ഈ ഒരു ആക്രമണത്തിലുണ്ടെന്നാണ് ED ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? മെയ് 27-ാം തീയതിയായിരുന്നു EDയുടെ ഒരു പരിശോധന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്നത്. അതായത് വീണ ടിയുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അന്ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ അന്ന് പരിശോധന നടത്തിയത്. ഈ പരിശോധനാ സമയത്ത് വലിയ തരത്തിൽ CPIM പ്രവർത്തകർ അവിടെ ഒത്തുചേരുകയും അതിനുശേഷം പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ED ഉദ്യോഗസ്ഥരെ തടയുകയും അവരുടെ വാഹനം ആക്രമിക്കുകയും ചെയ്ത സംഭവം CPIM പ്രവർത്തകർ ഇപ്പോഴും റിമാൻഡ് തടവുകാരായി കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിക്ക് മുമ്പിൽ പരിഗണനയ്ക്കായി എത്തിയപ്പോഴാണ്, അതായത് 9-ാം പ്രതിയുടെയും 13-ാം പ്രതിയുടെയും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് ED ഒരു റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അവിടെ നടന്ന അക്രമത്തെക്കുറിച്ച് കൃത്യമായും CPIMൻ്റെ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അവരുടെ പ്രസംഗങ്ങളിൽ അതിൽ വ്യക്തമായ സൂചന നൽകിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുന്ന രീതിയായിരുന്നു അവിടെ കണ്ടത്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നിട്ട് പോലും ആ പ്രതിഷേധം ചില നേതാക്കന്മാർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതിൻ്റെ പിന്നെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കണം എന്നും പറയുന്നുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട CPIMനെയോ നേതാക്കന്മാരെയോ പ്രതി ചേർത്തിട്ടില്ല എന്നും EDയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ED വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം 9-ാം പ്രതിക്കും 13-ാം പ്രതിക്കും ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന നീക്കങ്ങൾ, ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർ ഈ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുമൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറുകയും ഇതേ തുടർന്ന് ED കക്ഷി ചേരാൻ, അതായത് ഈ കേസിൽ 27-ാം തീയതി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ED കക്ഷി ചേരാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരുന്നു. നിലവിൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഇത്തരം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അണികളെ വലിയ തരത്തിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു ചില നേതാക്കന്മാരുടെ പ്രസംഗം. അവിടെ നടന്ന ഗൂഢാലോചനയിൽ അവിടുത്തെ CPIMൻ്റെ നേതാക്കന്മാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാക്കുന്നത് ED പാർട്ടിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഗൂഢാലോചന നടന്നു എന്നും ED പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ ഇനി കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇനി ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി 3-ാം തീയതിയാണ് പരിഗണിക്കുക. ഈ 9-ാം പ്രതിയുടെയും 13-ാം പ്രതിയുടെയും ജാമ്യം നൽകുന്നതിനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ആയിരുന്നു. അത് പിന്നീട് രാഷ്ട്രീയ ചർച്ചകളായി മാറപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പ്രോസിക്യൂട്ടറെ മാറ്റുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ ED അതായത് CPIMനെതിരെ തന്നെ ഒരു കടുത്ത നിലപാട് കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ശരി, വ്യക്തമാണ്. എന്തായാലും CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഉന്നത നേതാക്കളുടെ ഗൂഢാലോചന ഇതിലുണ്ടെന്നാണ് ED ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.